സർ ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന് ചോട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ തലയിൽ വീണു. അങ്ങനെ അദ്ദേഹം ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചു. ചുമ്മാതല്ല അത്രയും വലിയ കണ്ടുപിടുത്തം നടത്തിയത്. ആ സമയത്ത് സ്കൂളിൽ പുസ്തകവും നോക്കിയിരുന്നിരുന്നെങ്കിൽ ഒരു ചുക്കും കണ്ടുപിടിക്കാൻ സാധിക്കായിരുന്നില്ല. അയ്യോ, അച്ഛനെന്ത് പറ്റി? വെടിയുണ്ട പോകും പോലെയാണല്ലോ പോയത്. ആരെങ്കിലും ഓടിച്ചതായിരിക്കോ? സാരിയോ? ഇനി അമ്മ പുതിയ സാരി വാങ്ങാൻ പറഞ്ഞിട്ട് അച്ഛന് വട്ടായോ? പാനിയോ? പാനി എന്ന് പറഞ്ഞാ വെള്ളം. ഇനിയിപ്പൊ വെള്ളം ചോദിച്ചായിരിക്കോ? പാനി പാനി പാനി. അമ്മേ, അച്ഛൻ പാനി ചോദിക്കുന്നു, എടുത്തു കൊടുക്കമ്മേ. മിണ്ടാതിരിക്കടാ, കോൺസെൻട്രേഷൻ പോന്നു. അമ്മേ, അച്ഛന്റെ കോൺസെൻട്രേഷൻ പോണു. വേഗം വെള്ളം കൊടുക്കൂ. എടാ ടിൻഡു, ഇത് അച്ഛൻ സാധകം ചെയ്യുന്നതാ. എന്തോന്ന് സാധനം? ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറയച്ചാ. അയ്യോ, പനിയാണോ? അമ്മേ, അച്ഛന് പനി. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ഞാനിതൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. ഗമ ഗമ. അത് ശരി, ഗാമയാണല്ലേ പ്രശ്നം. അച്ഛാ, വെറും ഗാമയല്ല. ഈ അച്ഛനൊരു ചുക്കും അറിയില്ല. എന്റെ ദൈവമേ, ഒന്ന് മിണ്ടാതിരിയടാ ടിൻഡു. ഞങ്ങളുടെ സ്റ്റാഫ് ഡേ അടുത്ത ആഴ്ചയാ. അച്ഛൻ്റെ സംഗീത കച്ചേരി ഉണ്ട്. അതിനുള്ള പ്രാക്ടീസാ ഇത്. നീ ഇരുന്ന് പഠിച്ചോ. സരി ഗമ പ സരി ഗമ പ ധ. ഐസക് ന്യൂട്ടന്റെ അച്ഛന് ഇതുപോലെ സ്റ്റാഫ് ഡേ ഉണ്ടായിരുന്നു കാണും. ചുമ്മാതല്ല മരത്തിന്റെ ചോട്ട് ചെന്ന് ഇരുന്ന് കളഞ്ഞത്. അച്ഛാ, പ്ലീസ് ഒന്ന് നിർത്തി ഈ നിലവിളി. അമ്മേ, അമ്മ ഒന്ന് മുറ്റത്ത് ചെന്ന് നിൽക്കുവോ? അതെന്തിനാടാ അമ്മ മുറ്റത്ത് നിൽക്കുന്നത്? ഇല്ലെങ്കിൽ അയൽക്കാര് കരുതും അമ്മ അച്ഛനെ തല്ലി കൊല്ലാന്ന്. എന്തൊരു നിലവിളിയത്.